ഒന്നും പറയണ്ട ഗൈസ്, നിരാശ തന്നെയാണ് ജീവിതം മൊത്തം. ആക്ച്വലി അതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പോഴത്തേക്ക് എന്താ ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വീട്ടിൽ വന്നു, ബാക്കി പരിപാടിയെല്ലാം ഒതുക്കി, ഈ വീക്കിലുള്ള വർക്കൗട്ട് സെഷനും ചെയ്ത് നേരത്തെ കുളിച്ചു പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലൊക്കെ പോവാന്ന് വിചാരിച്ചാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നാശം പിടിക്കാൻ മഴ പെയ്യുന്നു കാശ്. മഴ നാളത്തെ പത്രം ഫുള്ള് മഴയാണ്. ബേസിക്കലി ഞാൻ മഴയെ പ്രണയിക്കുന്ന ഒരാളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്ലാൻസ് ഒക്കെ പാളിയപ്പോൾ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ്. അതുകൊണ്ട് എൻ്റെ പ്ലാൻസ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ഈ വീക്കെൻഡ് ഹോൾ വ്ളോഗിങ് ആയിരിക്കും. അതിൻ്റെ ബിഗിനിങ് ആണ് ഇവിടെ. സീ യു ഗൈസ്. വെള്ളം വാങ്ങി നടന്നു പോകുന്ന വഴിക്ക് കേക്ക് ഉണ്ട്. അങ്ങനെ കേക്ക് കഴിക്കാൻ ഒരു കൊട്ടി. അങ്ങനെ നടന്നു വന്നപ്പോൾ ലഡു ഉണ്ട്. അപ്പോൾ ലഡു കഴിക്കാൻ ഒരു കൊട്ടി. അങ്ങനെ ചിപ്സും കപ്പലണ്ടി, പിന്നെ ഒരു ട്രേ ചോക്ലേറ്റ് മിൽക്കും, പിന്നെ 0 കാലറി ഒരു കേസ് ബിയറും. ലോങ് വീക്കെൻഡൊക്കെ അല്ലേ ചില്ലി എടുക്കുക. $3 വെള്ളം വാങ്ങാൻ വേണ്ടി വന്നിട്ട് അവസാനം $60 സാധനം വാങ്ങി വീട്ടിൽ പോകുന്നു. കുഴപ്പമില്ല, മഴയൊക്കെ ഇല്ലേ, വീട്ടിൽ നല്ല മൂടായിട്ടിരുന്ന് സിനിമ ഒക്കെ കാണാം. സിനിമയൊക്കെ ചിന്തയൊക്കെ അടിച്ച് വൈബ്. അങ്ങനെ വീട്ടിൽ വന്നു, ഒരു ബിയറും പൊട്ടിച്ചു. കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു, കപ്പ ബിരിയാണി ചൂടാക്കി. ഇനി നമുക്കൊരു പാട് തുടങ്ങാം. ഇവിടെയാണ് പ്രശ്നം. ഞാൻ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഏത് പടം കണ്ടു ഞാൻ ഒരു കൺക്ലൂഷൻ എടുക്കും. എന്തായാലും അവിടെ നോക്കാം. അയ്യോ, അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കാര്യം മഴയാണ്. ഫുള്ള് മഴ 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 മഴ. അപ്പോൾ ഞാൻ വന്നൊരു കോഫി എടുത്തു, ഒരു ഭക്ഷണം വാങ്ങി എങ്ങോട്ടെങ്കിലും ഒരു ഡ്രൈവ് പോവാം. അവിടെ അങ്ങനെ അവസാനം എവിടേക്കോ ട്രാവൽ ചെയ്തിട്ട് ഏതൊരു ഡിമ്മിലെത്തി. വിശന്നപ്പോൾ ഒരു ഡിമ്മി ഒരു സൂപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. ചില്ലി എന്നുള്ള സൂപ്പാണിത്. അവിടെ ബ്രെഡും കിട്ടും, ചീസും കിട്ടും. നമ്മൾ ഈ ചീസ് ബ്രെഡിനകത്ത് തേച്ചിട്ട് ഇതിൽ മുക്കി അടിക്കണം. അത് ട്രൈ ചെയ്യും. നമുക്ക് ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചൂടാണ്, പക്ഷെ കൊള്ളുന്ന രീതിയിലുള്ളൊരു ചൂട് കുഴപ്പമില്ല. ലീവ്സിൻ്റെ കളേഴ്സൊക്കെ ഓൾറെഡി മാറി, അതെല്ലാം പൊഴിഞ്ഞു പോയി.
അമ്മച്ചി അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഐ മീൻ അല്ലെങ്കിൽ അവരുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് യൂട്യൂബിലായിരിക്കും. അപ്പം നമ്മൾ എവിടെയൊക്കെയോ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയതുമാണ്. സോ പോകുന്ന വഴിക്കൊരു ചർച്ചിൻ്റെ ഒരു ബോർഡുണ്ട്. ആ ചർച്ചിൽ കയറി അവിടുത്തെ അട്രാക്ഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി അടുത്തേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ ട്രിപ്പിന് ഞാനൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഒന്നും ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ചുമ്മാ അങ്ങ് ഡ്രൈവ് ചെയ്യുവാണ്. ഇവിടുത്തെ ഒരു വലിയ ചർച്ചാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു ക്ലോക്ക് ടവർ ഇങ്ങനെ അടുത്ത് ഇത്ര നേരിട്ട് കാണുന്നത്. ഞാൻ ഇങ്ങനെ ആകെ കണ്ടിട്ടുള്ള തങ്കശ്ശേരി ലൈറ്റ് ഹൗസാണ്.